പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സെയിൻസിൻ്റെ 297 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ വെഞ്ചസ്ലാസിന് ശേഷം ഈ ആഴ്ച വിശുദ്ധരായ മിഖായേൽ, ഗബ്രിയേൽ, റാഫേൽ മാലാഖമാരെ കുറിച്ചാണ്. ദൈവസേനയുടെ തലവനായാണ് മിഖായേൽ മാലാഖ അറിയപ്പെടുന്നത്. ദൈവത്തെപ്പോലെ ആരുണ്ട് എന്നാണ് മിഖായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം. സ്വർഗത്തിൽ ദൈവത്തിനെതിരെ ലൂസിഫറും കൂട്ടരും മത്സരിച്ചപ്പോൾ ദൈവസേനയുടെ തലവനായിരുന്നത് മിഖായേൽ ആയിരുന്നു എന്നതാണ് പാരമ്പര്യ വിശ്വാസം. അതുകൊണ്ട് തന്നെ പൈശാചിക ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷകനായാണ് മിഖായേൽ മാലാഖയെ കരുതുന്നത്. ഇസ്രായേൽ ജനത്തിനെ കാവൽ നിന്നതും അവരെ പേർഷ്യൻ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതും മക്കബായരെ വിജയിപ്പിച്ചതും മിഖായേൽ മാലാഖയാണെന്നാണ് വിശ്വാസം. തപാൽ ഉദ്യോഗസ്ഥരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഗബ്രിയേൽ മാലാഖ. ഗബ്രിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ശക്തൻ എന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ 4 തവണ വിശുദ്ധ ഗബ്രിയേലിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ പതനം ദാനിയേൽ പ്രവാചകന് വെളിപ്പെടുത്തുന്നു. രക്ഷകന്റെ ജനനം ദാനിയേൽ പ്രവാചകൻ വിവരിക്കുന്നു. സ്നാപക യോഹന്നാന്റെ ജനനം സക്കറിയാസിനെ അറിയിക്കുന്നു. ഈശോയുടെ ജനനത്തെക്കുറിച്ച് പരിശുദ്ധ മറിയത്തെ അറിയിക്കുന്നു. യൗസേപ്പിന്റെ സംശയം നിവാരണം ചെയ്തതും ഗത്സമനിൽ കർത്താവിനെ ആശ്വസിപ്പിച്ചതും ഗബ്രിയേലാണെന്നാണ് വിശ്വാസം. വിശുദ്ധ ഗ്രന്ഥത്തിലെ തോബിയാസിന്റെ മകനോടൊപ്പം ദൈവം അയച്ച സഹയാത്രികൻ റാഫേൽ മാലാഖയായിരുന്നു. അദ്ദേഹം സ്വയം വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്: കർത്താവിന്റെ മുന്നിൽ നിൽക്കുന്ന 7 മാലാഖമാരിൽ ഒരാളായ റാഫേലാണ് ഞാൻ. ബത്സേദായിലെ കുളത്തിൽ ഇടയ്ക്കിറങ്ങി രോഗികളെ സുഖപ്പെടുത്തിയിരുന്നത് റാഫേൽ മാലാഖയായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. ഈ ലോകത്തിൽ ഏറ്റവും മൂല്യമുള്ള ഒന്നാണ് വിശ്വാസ്യത. ഒരാളുടെ വിശ്വാസ്യത ഇല്ലാതായാൽ അതായിരിക്കും അയാളുടെ ഏറ്റവും വലിയ പരാജയം. ഒരാളെ ഒരു കാര്യം നാം വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് അയാളിൽ നമുക്കുള്ള വിശ്വാസ്യത കൊണ്ടാണ്. ലോകത്തോട് നാം സത്യസന്ധത പുലർത്തുമ്പോഴാണ് ലോകം നമ്മളെയും വിശ്വസിക്കുന്നത്. സത്യസന്ധതയുള്ള ഒരാൾക്ക് വിശ്വാസ്യതയുമുള്ളൂ. നിങ്ങളുടെ സത്യസന്ധമായ വാക്കുകളും പ്രവൃത്തികളും ജീവിതത്തിൽ ശാശ്വതമായ സംതൃപ്തിയും സമാധാനവും കൊണ്ടുവരുന്നു. ചെറുതെങ്കിലും പറയുന്ന വാക്കുകളിലും ചെയ്യുന്ന പ്രവൃത്തികളിലും സത്യസന്ധത പുലർത്തുക. ആദരവും അംഗീകാരവും പിന്നാലെ എത്തും. ഏവർക്കും നന്ദി.